അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടി എന്നോടൊപ്പം ടെലിഫോൺ അടിച്ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, നവകേരള സർവേ തുടരാമെന്ന് പരമോന്നത നീതിപീഠം പറഞ്ഞിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഇപ്പോൾ കോടതി ചോദിക്കുകയാണ്. നവകേരള സർവേയിൽ എന്താണ് തെറ്റ്? അങ്ങനെ ഒരു സർവേ സംഘടിപ്പിക്കുന്നത് എന്താണ് കുഴപ്പം എന്ന് കോടതി ചോദിക്കുകയാണ്. ആ ചോദ്യം ആരുടെ മുന്നിലേക്കാണ് എത്തി നിൽക്കുന്നത് ശ്രീ അനിൽകുമാർ? നമ്മുടെ കേരളത്തിലെ സർക്കാർ, പ്രത്യേകിച്ച് കേരള മുഖ്യമന്ത്രി, ജനങ്ങളുമായി സംസാരിക്കുന്നതിൽ, സംവദിക്കുന്നതിൽ ജനാധിപത്യ ഉള്ളടക്കത്തെ ഏറ്റവുമേറെ മാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്, ഒരു ഗവൺമെന്റാണ്. അത്തരമൊരു ഗവൺമെന്റ് അഭിമാനപൂർവ്വം ജനങ്ങളെ കാണാൻ പോകുന്ന പരിപാടിയാണ് നവകേരള സദസ്സ്. മൊത്തം മന്ത്രിമാർ ഒരുമിച്ച് ജനങ്ങളെ കാണാൻ പോകുന്നു. കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ജനകേരള സദസ്സ് ഏതോ ജനവിരുദ്ധ പരിപാടിയാണ് നവകേരള സദസ്സ് എന്ന തരത്തിൽ ഒരു ആഖ്യാനമുണ്ടാക്കി, നറേറ്റീവ് ഉണ്ടാക്കി. എന്നിട്ടോ ആ നവകേരള സദസ്സിനെ ആക്രമിക്കാൻ, അട്ടിമറിക്കാൻ വന്നവരെ വീരനായകന്മാരായി ചിത്രീകരിച്ചു. കേരളീയ എന്നൊരു പരിപാടി നടത്തി. ആ പരിപാടിയോടും കേരളത്തിലെ മാധ്യമങ്ങളെടുത്ത സമീപനം ഇതാണ്. ഇത് നവകേരള സർവേ എന്ന് പറയുന്നത് അടുത്ത കേരളം എങ്ങനെ വികസിക്കണം എന്നുള്ളതിനെ കുറിച്ച് സർക്കാർ അഭിപ്രായം തേടുകയാണ്. തേടുന്ന അഭിപ്രായങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ, രാഷ്ട്രീയ നേതാക്കളുടെ പൊതുബോധത്തിന്റെ ഭാഗമാകണം. അതിലൂടെയാണ് ഭരണതന്ത്രം വികസിക്കുന്നത്. അതിന് നമ്മുടെ നാട് കണ്ട ഏറ്റവും മികച്ചൊരു സർവേക്ക് സർക്കാർ മുൻകൈ എടുത്തപ്പോൾ അതിൽ രാഷ്ട്രീയക്കാർ വന്നുപോയി എന്നൊരു ആരോപണം ഉന്നയിച്ച് ആരോ കേസുമായി പോയപ്പോൾ ആ കേസിനൊപ്പം നിന്നുകൊണ്ട് ചില മാധ്യമങ്ങൾക്ക് ഉണ്ടാകുന്ന തെറ്റായ പ്രകടനങ്ങളുടെ മുൻവിധിയിൽ പെട്ടുപോകുന്ന ന്യായാധിപന്മാർ വളരെ വേഗം പേരെടുക്കാനൊക്കെ തന്നെ ഇത്തരം തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്നത് കണ്ടുപോകുന്നതാണ്. ഇപ്പൊ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിജിലൻസ് ജഡ്ജി, അദ്ദേഹത്തിന് എഴുതി വെച്ച കാര്യങ്ങൾ വായിച്ചു നോക്കൂ. കേരള ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസിന് മേൽനോട്ടം വഹിക്കുന്നത്. SITയുടെ മേൽനോട്ടം അറിയാത്ത ആളല്ലല്ലോ ഇത്തരം വിധികൾ എഴുതുന്നവർ. അത്തരം ന്യായാധിപന്മാരും തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ഒരു സർക്കാരിനെ പ്രവർത്തിക്കാൻ അനുവദിക്കണം. അവർക്ക് ജനങ്ങളുമായി സംവദിക്കാൻ അവകാശമുണ്ട്. ഇപ്പൊ തന്നെ കേരള ഹൈക്കോടതി മറ്റൊരു കേസിൽ സ്റ്റേ കൊടുത്തതായിട്ട് വാർത്ത കേൾക്കുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തില്ലെങ്കിൽ മുഖ്യമന്ത്രി ഉത്തരം പറയണം. DA കൊടുത്തില്ലെങ്കിൽ മുഖ്യമന്ത്രി ഉത്തരം പറയണം. ശമ്പള പരിഷ്കരണ ഉത്തരവായില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാം. ആ മുഖ്യമന്ത്രി ഇതാ സർക്കാർ ജീവനക്കാരോട് രാജ്യത്ത് മാതൃകാപരമായി എന്റെ സർക്കാർ പെരുമാറിയിരിക്കുന്നു എന്നൊരു സന്ദേശം അയച്ചു കൊടുത്താൽ ഡേറ്റ ചോർന്നേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നിലവിളിക്കുക. പഴയ സ്പ്രിംഗ്ലർ ഓർമ്മ വരുന്നുണ്ടായിരിക്കും അല്ലേ? അന്നത്തെ ആരോപണം ഓർമ്മയുണ്ടല്ലോ. അത് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ റേഷൻ കാർഡുകാരുടെയും ഡാറ്റ വിറ്റുപോയി എന്നല്ലേ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത്. മറ്റൊരാൾ എന്താ പറഞ്ഞത്? മറ്റൊരാൾ പറഞ്ഞ K-ഫോൺ പദ്ധതി കേരളത്തിന്റെ മൊത്തം ഡേറ്റ വിൽക്കാൻ വേണ്ടിയാണ്. ഈ K-ഫോൺ പദ്ധതി ശിവശങ്കർ വെളിപ്പെടുത്തി എന്ന് പറയുന്ന ആരാ? സ്വർണ്ണക്കള്ളക്കടത്തുകളിലെ അവരുടെയൊക്കെ ഇന്റർവ്യൂ മാലാഖമാരെ പോലെ ചിത്രീകരിച്ചവരിവിടെ ഉണ്ട്. നിയമവാഴ്ച ഉറപ്പുള്ള രാജ്യമാണ്. അതുകൊണ്ട് ഇന്ന് ഹൈക്കോടതിയിൽ ഉണ്ടായ ആ സ്റ്റേ എന്ന് പറയുന്നത് മാറ്റാനുള്ള നടപടി സ്വീകരിക്കണം, അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കണം. സംസ്ഥാന സർക്കാരിന് പ്രവർത്തിക്കാൻ അവകാശമുണ്ട്. അത് നിയമവിരുദ്ധമായ കാര്യങ്ങളല്ല, ജനങ്ങളുമായി സംവദിക്കലാണ്. ആ സംവദിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടക്കണം. അതിന് സർക്കാർ മുന്നോട്ട് പോവുക തന്നെ വേണം. അതിന് ആത്മവിശ്വാസം നൽകുന്ന തോന്നിരിക്കുന്നത് ഈ വിധി അല്ലെങ്കിൽ ഈ ഉത്തരവ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വരുമ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം എത്തി നിൽക്കുന്നത്, ഒന്ന് പ്രതിപക്ഷത്തിന്റെ മുൻപിലേക്ക്, രണ്ട് മാധ്യമങ്ങളുടെ മുൻപിലേക്ക്. രണ്ടു കൂട്ടരും ഹൈക്കോടതി സ്റ്റേ ചെയ്തപ്പോൾ ആഘോഷിച്ചവരാണ്. അപ്പോൾ അവരല്ലേ ഇതിന് മറുപടി പറയേണ്ടത്? സുപ്രീം കോടതി ചോദിക്കുകയാണ്, വികസനവുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാന സർക്കാർ ഒരു സർവേ നടത്തിയാൽ അതിലെന്താണ് തെറ്റെന്ന്. അതിലേക്ക് രാഷ്ട്രീയം കലർത്തിയത് അപ്പോൾ ആരാണ്? പ്രതിപക്ഷമല്ലേ, മാധ്യമങ്ങളല്ലേ? അല്ല, പ്രതിപക്ഷത്തിന് മുഖമില്ലല്ലോ. കേരള നിയമസഭയിലെ അവസ്ഥ എന്താണ്? പ്രതിപക്ഷ നേതാവ് ഒരു ജാഥ നയിക്കുന്നു. സ്വാഭാവികമായും ആരാണ് പ്രതിപക്ഷ നേതാവിന്റെ ചുമതലയിൽ ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഒന്നുകിൽ പ്രതിപക്ഷ ഉപനേതാവാകണം. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസ് ഒരാളെ നിയോഗിക്കണം. ഇവിടെ എന്താ സംഭവിച്ചത്? പിൻബെഞ്ചിൽ ഒരാളെ നിയോഗിക്കുന്നു. ഇത് തന്നെ കാണിക്കുന്ന എന്താണ്? തന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനമെന്ന കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങാനും മറ്റൊരാളെ ഏൽപ്പിച്ചാൽ പ്രതിപക്ഷ നേതാവിന്റെ കസേര തന്നെ പോകുമെന്ന ഉൾഭയം കൊണ്ടാണ് ബാബുവിനെ, റിട്ടയർ ചെയ്യാൻ തയ്യാറാകുന്ന ബാബുവിനെ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. എന്താണ് കാണുന്നത്? എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇതാണ് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് പ്രതിപക്ഷം മറുപടി പറയുന്ന ഒരു തെറ്റിദ്ധാരണയും വേണ്ട. പ്രതിപക്ഷം നറേറ്റീവിലാണ്. കനകോലു പറയുന്നത് ഇടുക, പറയുന്നത് പ്രസംഗിക്കുക, പറയുന്നത് പോലെ അഭിനയിക്കുക, ഇതാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഇവിടുത്തെ പ്രതിപക്ഷം കനകോലിന്റെ റിമോട്ട് കൺട്രോളിലാണ്. ഒരു കനകോലുവിനും കേരളത്തിൽ നറേറ്റീവുകൾ ഉണ്ടാക്കാൻ കഴിയാത്ത വിധം കണ്ണു തുറന്ന് കാണുന്ന ഉദ്ഘാടന പരമ്പരകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിറയെ തറക്കല്ലുകളായിരുന്നെങ്കിൽ പിണറായി വിജയന്റെ 10 കൊല്ലക്കാലത്തെ ഭരണം പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിന് ഉദ്ഘാടനത്തിന് തീയതി കൊടുക്കാൻ പറ്റാത്ത വിധം കെട്ടിടങ്ങൾ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്നു, ലൈറ്റ് വീടുകൾ ഉയർന്നു നിൽക്കുന്നു, ദേശീയ ജലപാത പൂർത്തിയാകുന്നു, വയനാട്ടിലെ വീടുകൾ പൂർത്തിയാകുന്നു, നിരവധിയായ സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇതാണ് കേരളം കാണുന്നത്. ഇത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആവേശകരമായ അനുഭവം. ഓക്കെ, താങ്ക് യു ശ്രീ അനിൽകുമാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്.